നമ്മൾ അല്പസമയം വീണ്ടും ദൈവവചന ധ്യാനത്തിനായിട്ടുള്ള സമയമാണല്ലോ. നമുക്ക് ലൂക്കോസിൻ്റെ സുവിശേഷം, വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം അതിൻ്റെ 2-3 വാക്യങ്ങൾ. ഗോസ്പൽ അക്കോർഡിംഗ് ടു ലൂക്ക് ചാപ്റ്റർ 3 വേഴ്സസ് 2 and 3. യോഹന്നാന് മരുഭൂമിയിൽ വെച്ച് ദൈവത്തിന്റെ അരുളപ്പാടുണ്ടായി. അവൻ യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം പ്രസംഗിച്ചു. മതി. യോഹന്നാൻ സ്നാപകൻ, John the Baptist, he was the forerunner of our Lord Jesus Christ. യോഹന്നാൻ സ്നാപകൻ ക്രിസ്തുവിനെ കുറിച്ച് നമ്മളോട് പറഞ്ഞത് എന്താണെന്ന് നമ്മൾ ധ്യാനിക്കാൻ പോവുകയാണ്. അതിനു മുൻപ് യോഹന്നാൻ സ്നാപകനെയും യോഹന്നാൻ സ്നാപകന്റെ മിനിസ്ട്രിയെയും കുറിച്ച് Jesus introduced about John the Baptist. He was a burning and a shining lamp. He was the greater. സ്ത്രീകളിൽ ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ വേറെ ഇല്ല എന്ന് പറയുവാൻ തക്ക കാരണം എന്താണ്? യോഹന്നാൻ സ്നാപകന്റെ ശുശ്രൂഷ, തൻ്റെ മിനിസ്ട്രി, തൻ്റെ എല്ലാം, it was specially unique. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പഴയ നിയമത്തിൽ 2 പ്രവചനങ്ങൾ ഉണ്ടായിരുന്നു. പ്രോഫറ്റ് ഐശയ and Malachi, they prophesied about the coming of John the Baptist with the spirit of Elijah. ഏലിയാവിൻ്റെ ആത്മാവോട് കൂടെ വരാൻ പോകുന്ന യോഹന്നാൻ സ്നാപകനെ കുറിച്ച്. His birth was unique, his dress code was unique, his food, his ministry, everything was unique. And also his name was unique, John the Baptist. 1000 പേരെ സ്നാനപ്പെടുത്തിയാലോ 1,00,000 പേരെ സ്നാനപ്പെടുത്തിയാലോ കിട്ടുന്ന പേരല്ല ഇത്. അങ്ങനെ പെടുത്തിയിട്ടുള്ള എത്രയോ പേരുണ്ട്, പക്ഷെ അവരെ ആരെയും ബാപ്റ്റിസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നില്ല. Then why John got that name? Because he baptized to one person. ഒറ്റയാളെ സ്നാനപ്പെടുത്തിയതിൻ്റെ പേരിലാണ് തനിക്ക് ആ പേര് കിട്ടിയത്. ബാപ്റ്റിസം എന്നത് ആദ്യമായിട്ടുള്ളൊരു കാര്യമല്ല. The Gentiles who converted to Judaism, there was a baptism in those days. ആ ദിവസങ്ങളിൽ ജൂഡായിസത്തിലേക്ക് വന്ന ജാതികൾക്ക് ബാപ്റ്റിസം കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതുകൊണ്ട് യോഹന്നാൻ ബാപ്റ്റിസം കൊടുക്കുമ്പോൾ it was not a new custom, new doctrine. എന്നാൽ ജെൻഡൈൽസിന് കൺവേർട്ട് ചെയ്ത് ജൂഡായിസത്തിലേക്ക് വരുമ്പോൾ ബാപ്റ്റിസം കൊടുത്തെങ്കിൽ യോഹന്നാൻ, ഈവൻ ദ ജൂയിഷ് പീപ്പിൾ were ready to receive baptism from John the Baptist, because that baptism was the baptism of repentance. മാനസാന്തരത്തിന്റെ സ്നാനമാണ് യോഹന്നാൻ നൽകിയത്. അതുകൊണ്ട് യോഹന്നാൻ എല്ലാവിധത്തിലും പ്രത്യേകതയുള്ളവനാണ്. യോഹന്നാൻ സ്നാപകനെ കുറിച്ച് യെശയ്യാവ് പറഞ്ഞു, മലക്കായി പറഞ്ഞു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് മുമ്പായി വഴി നിരത്തേണ്ടതിന് ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു. നിങ്ങൾ അന്വേഷിക്കുന്ന കർത്താവും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിയമദൂതനുമായവൻ പെട്ടെന്ന് തൻ്റെ മന്ദിരത്തിലേക്ക് വരും. ഇതാ അവൻ വരുന്നുവെന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. Behold, I send my messenger and he will prepare the way before me. So with 2 missions he was here: preparation and proclamation. വഴി ഒരുക്കുക, preparing the nation of Israel to receive Christ, and also his next duty was proclaim who was Jesus. തൻ്റെ പ്രസംഗങ്ങളെല്ലാം വ്യത്യസ്തമായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, he ministered only a short time, ഒരു ചെറിയ കാലയളവിൽ മാത്രം ശുശ്രൂഷ ചെയ്ത ആളാണ്. But he preached
about sin, against sin. പാപത്തിനെതിരെ പ്രസംഗിച്ചു. അത്ര സുഖമില്ലാത്തൊരു കാര്യമാണ്. സെക്കൻഡ്, he preached about repentance. What is the true repentance? Also he preached about the kingdom of God. That was a new message to the people of the nation. Even though they were waiting for a kingdom, they wanted to deliver from the bondage of the Roman government. So they were waiting for a king and a kingdom. So John preached, the kingdom is at hand. റോമ ഗവൺമെന്റിന്റെ അടിമത്തത്തിൽ കടന്ന് ഞെരുക്കം അനുഭവിച്ച ഇസ്രായേൽ നേഷൻ ഒരു ഡെലിവറൻസിന് വേണ്ടി കാത്തിരിക്കുമ്പോഴാ യോഹന്നാൻ പറഞ്ഞത് ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതുപോലെ ഈ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ഇത് ഹെറിഡിറ്ററി ആയിട്ട് കയറാൻ പറ്റുന്ന ഒന്നല്ല ദൈവരാജ്യം. നിങ്ങൾ ചിന്തിക്കുന്നത് അബ്രഹാം ഞങ്ങളുടെ വല്യപ്പച്ചനായതുകൊണ്ട് നിങ്ങൾക്ക് ഈ ദൈവരാജ്യത്തിൽ കടക്കാമെന്ന്. No. When you come to enter into the kingdom, God never asked, who was your father? He always asked, in whom you put your faith. നിന്റെ അപ്പനാരാന്നല്ല ചോദിക്കുന്നത്, നീ ആരിൽ വിശ്വസിച്ചിട്ടാ വന്നത്. That was the biggest question. പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചു. അതുമാത്രമല്ല, he preached about Jesus Christ. One who is coming after me, he is greater than me. Even I am not worthy to untie. അവന്റെ ചെരുപ്പിന്റെ വാർ അഴിപ്പാൻ ഞാൻ ആരല്ല, യോഗ്യനല്ല. I am just the best man of the marriage, but he is the bridegroom. ഈ വിവാഹത്തിലെ ബെസ്റ്റ് മാനാ ഞാൻ, പക്ഷെ അവനാ ബ്രൈഡ് ഗ്രൂം. John really proclaimed who was Jesus. And also he preached about the Holy Spirit baptism. ആത്മസ്നാനത്തെ കുറിച്ച് ആദ്യമായി കേൾക്കുക അവര്. Baptism in the Holy Spirit, not by the Holy Spirit. There is a big difference between by the Holy Spirit and in the Holy Spirit. ആത്മാവിനാലുള്ള സ്നാനവും ആത്മാവിൽ ഉള്ള സ്നാനവും തമ്മിൽ വ്യത്യാസമുണ്ട്. യോഹന്നാൻ പറഞ്ഞത് ആത്മാവിൽ ഉള്ള സ്നാനം തരാൻ ഒരാൾ വരുന്നുണ്ട്. A baptizer introducing another baptizer. ഒരു സ്നാപകൻ വേറൊരു സ്നാപകനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഞാൻ even though I am giving the water baptism, but one who is coming after me, he is going to give you the spirit baptism. ആത്മസ്നാനത്തെ കുറിച്ച് ആദ്യമായി ജനം കേൾക്കുകയാണ്. അത് തരുന്നവൻ കർത്താവാണ്. തീർന്നില്ല, തന്റെ പ്രസംഗം ഒരു നീണ്ടു കിടക്കുക. He preached about judgment. He preached about the unquenchable fire. കെടാത്ത തീയെ കുറിച്ച് പറഞ്ഞു. യേശുക്രിസ്തു ആത്മസ്നാനം തരുന്നവൻ മാത്രമല്ല, he is holding a winnowing fork in his hand. തന്റെ കയ്യിൽ ഒരു വീശുമുറമുണ്ട്. ആ വീശുമുറം കൊണ്ട് അവൻ സഭയിൽ ഇറങ്ങി വന്ന് ഒന്ന് വീശുമ്പോൾ നല്ലതും ചീത്തയും തമ്മിൽ ഒരു വേർപെടുത്തലുണ്ട്. അതുവരെയൊക്കെ കൊട്ടി പാടി പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തി ആരെയൊക്കെ കളിപ്പിച്ച് ജീവിക്കാം. പക്ഷെ വീശുമുറമുള്ളവൻ ഇറങ്ങി വരുന്ന ഒരു ദിവസമുണ്ട്. He will separate the wheat and the chaff. പാതിരും കാതിരും തമ്മിൽ വേർതിരിക്കുന്ന ഒരു ദിവസമുണ്ട്. ആളുകളെ കളിപ്പിച്ച് ജീവിക്കാൻ കേട്ടോ, ആത്മീയതയെ അഭിനയിച്ച് ജീവിക്കാൻ കേട്ടോ. പക്ഷെ വീശുമുറമുള്ളവൻ വരുന്നുണ്ടെന്ന് യോഹന്നാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. എനിക്കതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്.
ഞാൻ ഒരു ഞായറാഴ്ച കൊണ്ട് യോഹന്നാൻ സ്നാപകനെ കുറിച്ച് പറഞ്ഞ് യേശുവിലേക്ക് പോകാൻ നീച്ചയാ, പക്ഷെ പറ്റുന്നില്ല. ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ ഇതിങ്ങനെ നീണ്ടു കിടക്കുക. ഈ സന്ദേശം, യോഹന്നാൻ പ്രസംഗിച്ച മുഴുവൻ സന്ദേശവും നമ്മൾ കേൾക്കണം. He introduced one who is coming after me. He is the real Lamb of God, one who takes away the sins of the world. ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. He is the real light of the world. അവനാണ് സാക്ഷാൽ വെളിച്ചമായവൻ. നമ്മൾ അതെല്ലാം ചിന്തിക്കും. വരും ദിവസങ്ങൾ ഫ്രം ദ ഗോസ്പൽ ഓഫ് ജോൺ നമ്മളത് ചിന്തിക്കും. പക്ഷെ നമ്മൾ ഇന്ന് വായിച്ച വേദഭാഗം, ഡോക്ടർ ലൂക്ക്, the gospel writer, when he was writing about two miraculous births, he started with that. രണ്ട് അത്ഭുതകരമായ ജനനത്തെ കൊണ്ടാ ലൂക്കോസ് സുവിശേഷം എഴുതുന്നേ. ഒന്ന്, മേരിയിലൂടെ അത്ഭുതകരമായി ജനിക്കാൻ പോകുന്ന യേശു. സെക്രിയാവിലും എലിസബത്തിലൂടെ അത്ഭുതകരമായി ജനിക്കാൻ പോകുന്ന യോഹന്നാൻ. ഇവർ രണ്ടും കസിൻസാ. 6 month ഡിഫറൻസേ ഉള്ളൂ. 6 month ഡിഫറൻസ്. യോഹന്നാന്റെ ജനനം യുണീക്ക് ആയിരുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. ബിക്കോസ് ഹിസ് ബർത്ത് വാസ് എ മിറാക്കുലസ് ബർത്ത്. ഏകദേശം പ്രായം ചെന്ന് റിട്ടയർ ആകാറായി മിനിസ്ട്രിയിൽ. അന്നേരമാണ് ദ അപ്പിയറൻസ് ഓഫ് ദ ഏഞ്ചൽ ഓഫ് ദ ലോർഡ്. When he was ministering in the most holy place, all the congregation were waiting in the altar. സാധാരണ പുരോഹിതൻ അകത്ത് ചെന്നാൽ, അകത്ത ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ച് ഇറങ്ങി വന്ന് യഹോവ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് ജനത്തെ അനുഗ്രഹിച്ച് അയക്കാറുണ്ട്. ജനം വെയിറ്റ് ചെയ്ത് നിൽക്കുക. സാധാരണ വേഗത്തിൽ 10 മിനിറ്റ് കൊണ്ട് ഇറങ്ങാം. പക്ഷെ ഈ പുരോഹിതൻ അകത്ത് പോയിട്ട് വരുന്നില്ല. ആർക്കും കയറിച്ചെന്ന് നോക്കാനും പറ്റത്തില്ല. അവിടെ ഒരു അപ്പിയറൻസ് ഓഫ് ദ ഏഞ്ചൽ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് ആയിരിക്കത്തില്ല. ദൈവത്തിന്റെ ദൂതന്റെ വെളിപ്പെടലുകൾ പ്രതീക്ഷിച്ച സ്ഥലത്തും ആകണമെന്നില്ല, പ്രതീക്ഷിച്ച സമയത്തും ആകണമെന്നില്ല. What I wanted to say, don't doubt God. ദൈവം എവിടെ വെച്ച് സംസാരിച്ചാലും ആമേൻ പറഞ്ഞ് സ്വീകരിച്ചോണം. വിമർശനങ്ങളുമായിട്ട് ഇരിക്കരുത്. തകർച്ചയുടെ ആദ്യത്തെ അടയാളം അതാ. സംശയങ്ങൾ, അവിശ്വാസങ്ങൾ, ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. സോ സക്രിയ പുരോഹിതൻ ധൂപം കാട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ, immediately the angel of God appeared. 400 വർഷത്തിന് ശേഷം the first appearance of the angel. From Malachi to Matthew, we could see only a white paper in the Bible. Only white paper to divide the New Testament and Old Testament. You know the gap between Old Testament and the New Testament. പഴയ നിയമവും പുതിയ നിയമവും തമ്മിൽ വേർതിരിക്കുന്ന ഒരു വെള്ള പേപ്പറാ നമ്മുടെ ബൈബിളിലെങ്കിൽ 400 വർഷത്തെ അകലമാ. There was no intervention, there was no dream, there was no revelation. ഇവിടെ ആ സമയത്ത് എൻകൗണ്ടർ ഒന്നുമില്ല, ദൂതന്മാർ ഇറങ്ങുന്നില്ല, ആരുമായും ദൈവം ഇടപെടാതെ ഭൂമിയിലോട്ടുള്ള സകല ഇടപാടുകളുടെയും ഓഫീസ് അടച്ച് ദൈവം തന്റെ അംബാസഡറെ തിരിച്ചു വിളിച്ചു. കാരണം മലക്കായി എന്ന പ്രവചന പുസ്തകം വായിച്ചാൽ മതി. ദേശാംശത്തിൽ ഉൾപ്പെടെ ജനം ദൈവത്തെ തോൽപ്പിച്ച് നിൽക്കുക. ഞാൻ എന്റെ ദശാംശം തോന്നിയെടുത്ത് കൊടുക്കും. ആരാ എന്നോട് ചോദിക്കാൻ? കൊടുത്തോ. ബട്ട് ഇതിനൊരു പ്രമാണം ദൈവം വെച്ചിട്ടുണ്ട്.
പ്രമാണം വിട്ടുള്ള ഒരു കൊടുപ്പിനകത്തും ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ ഒരു പോയിന്റ് വീഴുമെന്ന് വിചാരിക്കരുത്. ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതന്മാർ പറഞ്ഞു കേട്ടോ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നത് വ്യർത്ഥം, ഇത് നഷ്ടക്കച്ചവടമാണ്. ശുശ്രൂഷ ഒരു നഷ്ടക്കച്ചവടമെന്ന് ഫീൽ ചെയ്തെങ്കിൽ യഹോവയുടെ മേശ മലിനമെന്ന് അവർ പറയാൻ തുടങ്ങി. പിന്മാറ്റം എന്ന് പറഞ്ഞാൽ ഇത്രയും ഭയങ്കര പിന്മാറ്റം ഉണ്ടോ? ദൈവം പറഞ്ഞു സ്റ്റോപ്പ്, ഓഫീസ് അടച്ചേരെ, ഇനി അവരോട് സംസാരിച്ചിട്ട് കാര്യമൊന്നുമില്ല. 400 വർഷം there was no dealing, there was no intervention, there was no encounter. ഞാൻ ഒരു കാര്യം ദൈവമക്കളോട് പറയാം, ദൈവശബ്ദം ഇല്ലാതെ പോയ ആലയങ്ങൾ അടഞ്ഞു പോയിട്ടുണ്ട്. ദൈവശബ്ദം നിന്നുപോയ കുടുംബങ്ങൾ തകർന്നു പോയിട്ടുണ്ട്. ദൈവശബ്ദം നിന്നുപോയ വ്യക്തികൾ തകർന്നു പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ എൻ്റെ ജനത്തോട് എനിക്ക് പറയാനുള്ള നിയോഗം, ദൈവത്തിന്റെ ശബ്ദം നമ്മളോടുള്ളത് നിന്നു പോകരുത്. We need the real voice of God. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കും. My sheep hear my voice. രാജ്യം, പട്ടണം, ഗ്രാമങ്ങൾ, സഭകൾ, കുടുംബങ്ങൾ, ശൗലിനോട് ദൈവം അരുളി ചെയ്തത് നിർത്തി. അരുളപ്പാട് കൊണ്ടോ ദർശനം കൊണ്ടോ വെളിപ്പാട് കൊണ്ടോ ദൈവം അവനോട് എന്ത് ചെയ്തില്ല? സംസാരിച്ചില്ല. ദൈവം സംസാരിക്കാതെ വരുമ്പോഴാ ഈ പ്രവാചകന്മാരെ തപ്പി നടക്കുന്ന ആളുകള്. പക്ഷേ കൃപയുള്ള വല്ലവരും വന്നിട്ടുണ്ടോ സിറ്റിയിൽ? എന്താ ചായ? ഓ ഇച്ചിരി നേരം ഒന്ന് പ്രാർത്ഥിക്കാനാ. അച്ഛനും അമ്മമ്മയും കൂടെ പ്രാർത്ഥിച്ചാൽ ദൂത് വരത്തില്ലയോ? അച്ഛനോട് ദൂത് പറയാൻ പറ്റിയ ആളാരാന്നറിയാമോ? അമ്മാമ്മയാ. എടി നീ എന്നോടൊന്ന് ദൂത് പറയാൻ പറഞ്ഞാൽ കറക്റ്റ് കുറവുകൾ പുള്ളിക്കാരി പറഞ്ഞു തരും. ഭൂമിയിൽ ഒരൊറ്റ പ്രവാചകൻ ഇതുപോലെ കറക്റ്റായിട്ട് ദൂത് പറയത്തില്ല. അതുപോലെ അച്ഛനും അമ്മാമ്മയുടെ ദൂത് പറഞ്ഞു തരും. അച്ഛാ ഒന്ന് പറയച്ചാ, ഒന്ന് പ്രാർത്ഥിച്ചൊന്ന് പറ. പ്രാർത്ഥിക്കൊന്നും വേണ്ടടി, നീ എൻ്റെ മുഖത്തോട്ട് നോക്കി ഞാൻ പറഞ്ഞു തരാമെന്ന് പറയും. ഇതുപോലെ കറക്റ്റ് ദൂത് പറയാൻ. പക്ഷെ നമുക്കത് വേണ്ട. ശൗല് പരാക്രമം പിടിച്ചോടുന്ന ഒരു ഓട്ടം കണ്ടോ? വെളിച്ചപ്പാടത്തിയുടെ വീട്ടിലോട്ട്. ദൈവം നിന്നോട് സംസാരിക്കുന്നത് നിർത്തിയാൽ, ഈ ലോകത്താര് നിന്നോട് സംസാരിച്ചാലും അത് പരിഹാരമാകത്തില്ല. The voice of God is powerful. പക്ഷേ ദൈവത്തിന്റെ ഇന്റർവെൻഷൻ ഇല്ലാതിരുന്നപ്പോഴും, എൻകൗണ്ടർ ഇല്ലാതിരുന്നപ്പോഴും, ഡ്രീംസ് ആൻഡ് വിഷൻസ് ഇല്ലാതിരുന്നപ്പോഴും, there were people lived a holy life and a godly life. ഇതുപോലൊരു കാലമില്ലായിരുന്നോ ഇസ്രായേലിന് ചില നൂറ്റാണ്ടുകൾക്ക് മുമ്പ്? They were in Egypt almost 400 years. There was no voice, there was no vision, there was no intervention, there was no encounter. The first encounter was in the burning bush. Moses heard the real voice. 400 വർഷത്തിന് ശേഷം ആദ്യമായി മുൾപ്പടർപ്പിൽ, കത്തുന്ന മുൾപ്പടർപ്പിൽ ദൈവം ഇറങ്ങി മോശയോട് സംസാരിച്ചു. പക്ഷേ ഈ 400 വർഷം ഈജിപ്തിലും ചിലർ ഹോളി ആൻഡ് ഗോഡ്ലി ലൈഫ് നയിച്ചു. അതുകൊണ്ടല്ലേ മോശയുടെ അമ്മയപ്പന്മാർ വിശ്വാസത്താൽ
അബ്രഹാമിന്റെ അകത്ത് കത്തിച്ച വിശ്വാസത്തിന്റെ തീ കെടാതെ സൂക്ഷിച്ച കുറെ പേര് ഈജിപ്തിലും ഉണ്ടായിരുന്നു. അന്യദേശത്ത് പാർക്കുമ്പോഴും പ്രമാണം വിടാതെ നിൽക്കാൻ കഴിയണം. പാസ്റ്റർ, ദിസ് ഈസ് അമേരിക്ക. സോ വാട്ട്? അമേരിക്കക്കാരനും മിഡിൽ ഈസ്റ്റുകാരനും ആഫ്രിക്കക്കാരനും ഒറ്റ വചനമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. Only one word. അത് അല്പം മുമ്പേ ദൈവദാസനിലൂടെ ആ മുഴങ്ങിയ വചനം ലോകത്തെവിടെയുള്ളവർക്കും അത് ബാധകമാണ്. കൾച്ചറുകളെ പറഞ്ഞ് രക്ഷപ്പെടരുത്. God is holy. God is holy. God is holy. നാനൂറ് വർഷത്തിന് ശേഷം ആദ്യമായി ആലയത്തിനകത്ത്, in the midst of ministry, the angel of God appeared. ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിശ്വാസമാ ഉണ്ടാകണ്ടേ, ധൈര്യമാ ഉണ്ടാകണ്ടേ, ഉറപ്പുണ്ടാകണം, അഷ്വറൻസും ഹോപ്പും ഫെയ്ത്തും ഒക്കെ ഉണ്ടാകണം ഒരു ദൂതൻ വരുമ്പോൾ. പക്ഷെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ഈ മനുഷ്യൻ എന്തുണ്ടായി? അവിശ്വാസവും ഭയവും ഉണ്ടായി. ഫസ്റ്റ് വേർഡ് പറഞ്ഞ സെക്രിയാവേ, നീ എന്ത് ചെയ്യണ്ട, ഭയപ്പെടേണ്ട. യു നോ വൈ ഐ ആം ഹിയർ? ഞാൻ എന്തിനാ വന്നേന്നറിയാമോ? അതൊരു ദൂത് പറയാനാ. ദൂതൻ വന്നത് പ്രാർത്ഥനയുടെ മറുപടിയുമായിട്ടാ. പ്രാർത്ഥിച്ചവന് ഒരു മറുപടി ഉണ്ട്, പ്രാർത്ഥിക്കാത്തവന് മറുപടി ഇല്ല. If you really prayed, there you can expect an answer from God. ഇന്ന് രാവിലെയും പരിശുദ്ധാത്മാവിൽ ആരത് ആമേൻ പറഞ്ഞ് ഏറ്റെടുക്കും? പ്രാർത്ഥിച്ച മാതാവേ, പ്രാർത്ഥിച്ച പിതാവേ, നീ ആലയത്തിന് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? നീ ആത്മാക്കൾക്ക് വേണ്ടി കരഞ്ഞിട്ടുണ്ടോ? പ്രാർത്ഥിക്കുന്ന സിസ്റ്ററെ, പ്രാർത്ഥിക്കുന്ന അങ്കിളെ, there is an answer from God. ഹല്ലേലൂയ. പ്രാർത്ഥനയ്ക്ക് ഉത്തരം, ആൻസർ ഫ്രം ഗോഡ്. An unexpected place, an unexpected time. ഞാൻ എന്തൊന്നിനാൽ ഇതറിയും. പിന്നെ പുള്ളി എന്ത് ചെയ്തിട്ടില്ല? വാ തുറന്നിട്ടുമില്ല. പുള്ളിക്ക് കേൾക്കാനും പറ്റത്തില്ലെന്നാ ഞാൻ വിചാരിക്കുന്നത്. കേൾവിയും പോയി, സംസാരവും പോയി. അതുകൊണ്ടാണ് അവർ ചോദിച്ച ആംഗ്യം കാണിച്ച് ചോദിച്ചെന്ന്. എന്തോ പേരിടണമെന്ന് ആംഗ്യം കാണിച്ച്, എന്നാ പിന്നെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. പക്ഷെ അവർ ആംഗ്യം കാണിക്കണമെങ്കിൽ പുള്ളിയുടെ കേൾവിയും പോയി. എനിക്ക് ഈ എലിസബത്തിന്റെ ഒരു 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 സ്റ്റേറ്റ്മെന്റ് ഇഷ്ടപ്പെട്ടു. മേരി അങ്ങോട്ട് ചെന്നപ്പോൾ എലിസബത്ത് പറയുക, കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച നീ ആരാടി? ഭാഗ്യവതിയാ കേട്ടോ. അതെന്താ കൊച്ചമ്മ അങ്ങനെ പറഞ്ഞേ? ആണ്ടടി, ഞങ്ങളുടെ വീട്ടിൽ ഒരാൾ ഇരിപ്പുണ്ട്, ഈ പുള്ളി കർത്താവ് പറഞ്ഞത് വിശ്വസിച്ചില്ല, അപ്പൊ ഇപ്പോഴും ഇങ്ങനെ ആംഗ്യവും കാണിച്ചിരിക്കുവാടി. നീ വിശ്വസിച്ച നീ ഭാഗ്യവതിയാന്ന്. ഇതാ മേരി പറഞ്ഞ്, എലിസബത്തും പറഞ്ഞത്. കർത്താവ് എന്തെങ്കിലും പറഞ്ഞാൽ വീട്ടിൽ ചെന്നിട്ട് ആമേൻ പറയരുത്, ഇവിടെ വെച്ച് ആമേൻ പറഞ്ഞേക്കണം. നിങ്ങളിങ്ങനെ ശാന്തമായിട്ടിരുന്ന് കേട്ടോ. കീപ് ദാറ്റ് സ്പിരിറ്റ്. ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ആമേൻ ഒന്നും പറയണ്ട, പക്ഷെ ആമേൻ പറയുന്നവനാ വിടുതൽ. ഒരു വചനം കേൾക്കുമ്പോൾ അത് അബ്രഹാം എന്ത് ചെയ്തെന്നാ? അബ്രഹാം ദൈവത്തിന്റെ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചു, അത് നീതിയായി. ആ വിശ്വസിച്ചു എന്നതിൻ്റെ അടയാളമാ ആമേൻ, യെസ് ലോർഡ് എന്ന് ഉറക്കെ പറയുന്നതിനാണ് ഞാൻ വിശ്വസിച്ചു എന്ന് ദൈവം അറിയുന്നത്. വചനം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ we need to respond. ആമേൻ എന്ന് പറയുമ്പോൾ നമ്മുടെ പേരിൽ അതങ്ങ് ഡിപ്പോസിറ്റ് ചെയ്യുക ദൈവം. അത് യഹോവ കണക്കിട്ടെന്ന് അതിൻ്റെ അർത്ഥം. ഡിപ്പോസിറ്റഡ് ഇൻ മൈ നെയിം. എൻ്റെ വചനം കേട്ടപ്പോൾ എൻ്റെ മകൾ അവിടെ ഇരുന്ന് ആമേൻ പറഞ്ഞായിരുന്നു. അത് സ്വർഗത്തിലെ ദൈവം കണ്ടെന്ന്. പ്രൈസ് ഗോഡ്.
സെക്രിയാവിന്റെ ആ വെളിപ്പാടിൽ ദൈവം പറഞ്ഞു, ജനിക്കാൻ പോകുന്ന മകൻ ആരാ? ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിക്കാമോ? ലൂക്കോസ് 1:13. Luke chapter 1 verse 13. ഈ മകന്റെ ജനനത്തിങ്കൽ നിനക്ക് എന്താ കിട്ടാൻ പോകുന്നേ? ഒരിക്കൽ പോലും ഇങ്ങനൊരു മകൻ ഉണ്ടായിപ്പോയല്ലോ എന്ന് പറഞ്ഞ് നീ ദുഃഖിക്കേണ്ടി വരത്തില്ല. കഴിഞ്ഞ ദിവസം കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വാർത്തയുണ്ട്. ഒരമ്മ പോലീസിനെ വിളിച്ച് മകനെ അറസ്റ്റ് ചെയ്യാൻ പറയുക. അവൻ ഈ വീട്ടിൽ താമസിക്കുന്നതിനേക്കാൾ നല്ലത് എനിക്ക് അവൻ ജയിലിൽ കിടക്കുന്നതാണെന്ന് ഒരമ്മ പറയുക. ഒരുപക്ഷെ അവൻ ഇവിടെ താമസിച്ചാൽ ഞങ്ങളുടെ ചിലരുടെ ഡെഡ് ബോഡി ആയിരിക്കും ഇവിടെ കാണാൻ പോകുന്നത്. പക്ഷെ ഇവിടെ ഒരു മകൻ ജനിക്കുമ്പോൾ സ്വർഗം പറയുക, അവനെ കുറിച്ച് നീ എന്ത് ചെയ്യുന്ന? സന്തോഷിക്കും, സന്തോഷിക്കും. അവൻ പലർക്കും ഒരു ആനന്ദമായിരിക്കും. അവൻ ആർക്കും ഒരു ബർഡൻ അല്ല, അവനൊരു ബ്ലെസ്സിംഗ് ആയിരിക്കും. ഇന്ന് രാവിലെ ദൈവാത്മാവിൽ എനിക്ക് ദൈവമക്കളോട് പറയാനുള്ളത്, when you pray ഇങ്ങനെ പ്രാർത്ഥിക്കണം, കർത്താവേ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ആർക്കും ഞാനൊരു ബർഡൻ ആകരുത്, ഞാനൊരു ബ്ലെസ്സിംഗ് ആകണം. എൻ്റെ പാരൻസിന് ഞാനൊരു ബ്ലെസ്സിംഗ് ആകണം, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഞാനൊരു ബ്ലെസ്സിംഗ് ആകണം. ഒരിക്കലും എൻ്റെ സഭയ്ക്ക് ഞാനൊരു ബർഡൻ ആകരുത്, ഞാനൊരു ബ്ലെസ്സിംഗ് ആകണം. ഇതായിരിക്കണം ദൈവമക്കളെ നമ്മുടെ പേഴ്സണൽ പ്രാർത്ഥന. That should be our prayer. I want to be a blessing, not a burden. അവൻ പലർക്കും ഒരു ആനന്ദമായിരിക്കും. അവന്റെ ശുശ്രൂഷയെ കുറിച്ച് പറയുകയാണ്, അപ്പന്മാരുടെ ഹൃദയത്തെ മക്കളിലേക്ക് എന്ത് ചെയ്യും? അവൻ തിരിക്കും. തകർന്നു കിടക്കുന്ന ഒരു സമയത്താ യോഹന്നാന്റെ ജനനം. ഇനി നമ്മുടെ ദൂതിലേക്ക് വരാം. 7 പേരുടെ Dr. Luke, when he was writing the 3rd chapter, when you read the 1st and 2nd verses, we could see 7 names there. 7 പേരുകൾ അവിടെ എഴുതിയിട്ടുണ്ട്. ഹെരോദാവിൻ്റെയും ഹന്നാവിൻ്റെയും കയ്യഫാവിൻ്റെയും ഇങ്ങനെ 7 names. ഈ 7 പേരുകൾ എഴുതിയിട്ട് പറയുകയാണ്, they were the representative of political and religious leaders. അന്നത്തെ പൊളിറ്റിക്കലും റിലീജിയൻ മതത്തിൻ്റെയും ലീഡേഴ്സിന്റെ 7 പേരവിടെ എഴുതിയിട്ടുണ്ട്. അന്നാവും കയ്യാഫാവും അന്നത്തെ മഹാപുരോഹിതന്മാർ. they were the high priest. മറ്റുള്ളവർ അവിടുത്തെ ഗവർണേഴ്സാ. പൊന്തിയോസ് പീലാത്തോസിന്റെ പേര് എഴുതിയിട്ടുണ്ട്. ഈ പേരുകൾ മുഴുവനും ഒരു ലിസ്റ്റ് എഴുതിയിട്ട് പറയുകയാണ്, അന്ന് ദൈവത്തിന്റെ അരുളപ്പാട് മരുഭൂമിയിൽ യോഹന്നാന് വന്നു. ദൈവത്തിന്റെ അരുളപ്പാട് വേഷഭൂഷാദികൾ ധരിച്ച പുരോഹിതന്റെ ചട്ടയണിഞ്ഞ പുരോഹിതന്റെ ലേബലിൽ അഹങ്കരിച്ച് ജനങ്ങളുടെ പണം കൊണ്ട് ലക്ഷറി ലൈഫ് നയിക്കുന്ന അവരുടെ അടുക്കലല്ല ചെന്നത്. സിമ്പിൾ ലൈഫ് നയിച്ച ഒരു ഹംബിൾ മാൻ്റെ അടുത്ത് ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നു. God is still looking where people simple and humble to convey his message. ജനങ്ങളുടെ സ്തോത്ര കാഴ്ച ആർഭാടത്തിനുള്ളതല്ല, ആഡംബരത്തിനുള്ളതല്ല എന്ന് മനസ്സിലാക്കിയ മനുഷ്യനാ യോഹന്നാൻ സ്നാപകൻ. So his life was unique.
താൻ മരുഭൂമിയിലേക്ക് പോയി. His food was locust and wild honey. മട്ടനും കുട്ടനും ചിക്കനും ഒക്കെ തിന്ന് കൊഴുത്ത് തടിച്ച് ഫ്രീ ആയിട്ട് കിട്ടുന്നല്ലോ, ആർക്കും നഷ്ടമൊന്നുമില്ലല്ലോ. എന്താ ഇത്രയും മൗനമായി നിൽക്കുന്നത്? നിങ്ങൾ എന്നെ സ്പർദ്ധിച്ചു നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഭയം വരുന്നു. വേഷമണിഞ്ഞ മതപുരോഹിതന്മാരുടെയും അനീതിയും അതിക്രമവും അവിശ്വാസവും കൊണ്ട് ജനത്തെ ദുരുപദേശത്തിലേക്ക് നയിക്കുന്നവരുടെ അടുത്തുമല്ല ദൈവം തന്റെ അരുളപ്പാട് നൽകിയത്. മരുഭൂമിയിൽ ഒരു മനുഷ്യൻ ഒട്ടകരോമം കൊണ്ടുള്ള വസ്ത്രം ധരിച്ച് ഇന്നും ദൈവം നോക്കുകയാ, എന്റെ സന്ദേശം ആരുടെ കയ്യിലൊന്ന് കൊടുക്കണം. സ്ഥാനവും മാനത്തിനും കടിപിടി കൂടാതെ എവിടെങ്കിലും ഒന്ന് വേറിട്ടിരുന്ന് ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും ഒരു ദൈവ പൈതൽ തയ്യാറാകുന്നെങ്കിൽ നമ്മുടെ വീടിനകത്ത് ദൈവം അരുളപ്പാടുമായി വരും. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നത് എവിടാന്നറിയാമോ? മരുഭൂമിയിൽ. വിൽഡർനെസ് മാൻ എന്ന് വേണേ പറയാം. ഒരു മരുഭൂമിയിലാ ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നേ. അതിനാ ലൂക്കോസ് ഇത്രയും പേരുടെ 7 പേരുടെ പേരെഴുതിയത്. നമുക്കിഷ്ടം ആരെയൊക്കെയാണെന്നറിയാമോ? നമുക്കിഷ്ടം ആരെയൊക്കെയാ? നമുക്കിഷ്ടം മറ്റേ 7 പേരെയാ. അവരുടെ കയ്യിൽ ഏതാണ്ട് ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചത് അല്ല. ആൾപ്പെരുപ്പവും ആൾബലവും കണ്ടിറങ്ങുന്നവനല്ല ദൈവം. ശമൂവേൽ പ്രവാചകനെ ഇശായിയുടെ വീട്ടിലോട്ട് വിട്ട് തൈലക്കൊമ്പിൽ തൈലവുമായിട്ട് തൈലപാത്രത്തിൽ പോയത് ശൗലിനെ അഭിഷേകം ചെയ്യാനാണ്. അഭിഷേകത്തിന് ഉപയോഗിച്ച പാത്രങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ട്. പാത്രത്തിൽ എണ്ണ നിറയ്ക്കാൻ പറഞ്ഞത് ശൗലിനെ മനുഷ്യൻ തിരഞ്ഞെടുത്തത് കൊണ്ടാണ്. പാത്രം മനുഷ്യൻ ഉണ്ടാക്കിയതാ. പക്ഷെ ദാവീദിനെ അഭിഷേകം ചെയ്യാൻ നേരം പറഞ്ഞു കൊമ്പിൽ നിറയ്ക്കാൻ. കൊമ്പ് ദൈവത്തിന്റെ വകയായിട്ട് വന്നതാ. ദൈവത്തിന്റെ ആ ഇടപെടലുകളൊക്കെ ഭയങ്കര കൃത്യമാകട്ടോ. കൊമ്പിൽ തൈലവുമായിട്ട് ഇശായിയുടെ വീട്ടിൽ ചെല്ലുമ്പോൾ ദാ ഇറങ്ങി വരുന്ന ഒരുത്തൻ ജിമ്മിലും ഒക്കെ പോയി നല്ല മസിലും ഒക്കെ ഉരുട്ടി പിടിച്ച് ആ മസിൽ കാണിക്കാൻ വേണ്ടി അവൻ അരക്കൈ ഉടുപ്പേ ഇടത്തുള്ളൂ. അവൻ ഇറങ്ങി വന്നുടനെ ശമൂവേൽ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാമടാ, 4 പേരുടെ മുമ്പിൽ ഇറക്കി നിർത്താൻ എവനെ കൊള്ളാം. യവനെ തന്നാണ് ദൈവം കണ്ടതെന്ന് പറഞ്ഞ് തൈലക്കൊമ്പുമായി അവന്റെ അടുത്തേക്ക് അടുക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, വലിയ പ്രവാചകനും തെറ്റുപറ്റും. ആളും തരവും വേഷവും വേഷഭൂഷാദികളും പണവും വിദ്യാഭ്യാസവും കണ്ടൊക്കെ നമ്മൾ പലരുടെയും പക്കൽ എന്തോ ഉണ്ടെന്ന് ചിന്തിക്കുമ്പോൾ ദൈവം പറയുകയാണ്, ഇവനെ അല്ല ഞാൻ കണ്ടിരിക്കുന്നത്. എന്റെ കണ്ണുകളല്ല ദൈവത്തിന്റെ കണ്ണുകൾ. അടുത്തവനെയും കണ്ടപ്പോൾ ശമൂവേലിന്റെ കയ്യിലിരുന്ന കൊമ്പിലെ തൈലം തിളയ്ക്കാൻ തുടങ്ങി. പറഞ്ഞു, തിളയ്ക്കണ്ട, ഇവനെ അല്ല ഞാൻ കണ്ടേക്കുന്നത്. ഞാൻ എന്റെ കണ്ണുകൾ പെട്ടത് ശരീരത്തിന്റെ പൊക്കമല്ല. എന്റെ കണ്ണുകൾ പെട്ടത് കാട്ടിൽ കിടക്കുന്ന ഇടയൻ, ആടിന്റെ തൊഴുത്തിൽ കിടക്കുന്ന ആടുകളെ തീറ്റിക്കിടക്കുന്ന ഒരുവനെയാ ദൈവം കണ്ടിരിക്കുന്നത്. ഇന്ന് പകൽ എന്താ പറയുന്നതെന്ന് അറിയാമോ? ആളുകൾ നിന്നെ അവഗണിക്കട്ടെ, ആളുകൾ നിന്നെ പുച്ഛിക്കട്ടെ, ആളുകൾ നിന്നെ തരം താഴ്ത്തട്ടെ, but there is a time the eyes of God will come to elect you, to select you. ഉയർത്താൻ ഒരു സമയം വരുന്നുണ്ട് കേട്ടോ. നിനക്കൊരു കഴിവ് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ, നിന്നെ ഈ പുൾപിറ്റിൽ ഈ മൈക്കിന്റെ മുമ്പിൽ നിർത്താൻ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു കംപ്ലൈന്റും പറയരുത് കേട്ടോ. മൗനമായിട്ടിരുന്നാൽ മതി. ഒരു ദിവസം വിളി നിന്റെ മേൽ വരും. അതാ ഞാൻ സേവിക്കുന്ന ദൈവം, അതാ ഞാൻ അനുഭവിച്ച ദൈവം. 7 പേരുടെ മേൽ ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നില്ല. ദൈവത്തിന്റെ അരുളപ്പാട് ചെന്നത്
യോഹന്നാന്റെ മേല. ആ അരുളപ്പാടും പ്രാപിച്ചുകൊണ്ട് he received a message, an ordination, an appointment from God. He started to preach. താൻ പ്രസംഗിക്കാൻ തുടങ്ങി. തൻ്റെ പ്രസംഗത്തിൽ 2 ദൗത്യമുണ്ട്. ഫസ്റ്റ്, പ്രിപ്പയറിങ് എ വേ. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: യോഹന്നാൻ വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങി. എന്താ പ്രസംഗിക്കാൻ തുടങ്ങിയെന്നറിയാമോ? യോർദാൻ അരികെയുള്ള നാട്ടിലൊക്കെയും വന്ന് പാപമോചനത്തിനായുള്ള മാനസാന്തര സ്നാനം എന്ത് ചെയ്തു? പ്രസംഗിച്ചിട്ട് തിരിച്ചങ്ങ് മരുഭൂമി പോവും. ഇവിടെ വരും, പ്രസംഗിക്കും, തിരിച്ച് മരുഭൂമി പോവും. അവരോട് പ്രസംഗിച്ചപ്പോൾ യോഹന്നാൻ ഉപയോഗിച്ച 1-2 പദങ്ങളുണ്ട്. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: മരുഭൂമിയിൽ വിളിച്ചു പറയുന്നവന്റെ വാക്കാവിത്, കർത്താവിന് വഴിയൊരുക്കുവീൻ, അവന്റെ പാത നിരപ്പാക്കുവീൻ. ഒരു ഹൈവേ വെട്ടാൻ വന്നിരിക്കുക. ഈ ഹൈവേ വെട്ടണമെങ്കിൽ എല്ലാ കുന്നുകളും എന്ത് ചെയ്യണം? എല്ലാ മൗണ്ടൻസ് ആൻഡ് ഹിൽസ്, ഹൈ ആൻഡ് ലോ. High refers the pride of the people. Low refers humble. അഹങ്കാരവും നിഗളവും താഴ്ത്തണം. ഈ വഴി ഒരുക്കുന്നത് ഹൃദയത്തിലാ. You are going to receive Christ in your heart. ആ ഹൃദയമാണ് എല്ലാ പാപത്തിന്റെ ഉറവിടം. ആ ഹൃദയമാണ് എല്ലാ തെറ്റുകളും പൊങ്ങി വരുന്നത്. എല്ലാ പാപങ്ങളും ഒളിച്ചിരിക്കുന്ന ഹൃദയത്തിലാ. So the preparation must start in your heart. ഈ പ്രിപ്പറേഷൻ ഇല്ലാതെ, കൺവിക്ഷൻ ഇല്ലാതെ കൺവേർഷൻ ചെയ്യാൻ വന്നവരെ യോഹന്നാൻ വിളിച്ച ഒരു പദമുണ്ട്. എന്തുവാണെന്നറിയാമോ? എനിക്ക് ആ വേർഡ് ഇവിടെ ഉപയോഗിക്കേണ്ട, അതുകൊണ്ടാണ് ഞാനായിട്ട് പറയുന്നില്ല. യോഹന്നാൻ വിളിച്ചത് എന്തുവാ? യോഹന്നാൻ വിളിച്ചത് എന്തുവാ? 2 കാരണമുണ്ട്. യേശു അതേ പദം പറഞ്ഞു. യേശു ഇത് തന്നെ പറഞ്ഞു. 2 കാരണം. കൺവിക്ഷൻ ഇല്ലാതെ സ്നാനപ്പെടാൻ വന്നു. കൺവിക്ഷൻ ഇല്ലാതെ സ്നാനപ്പെടാൻ, അകത്ത് മാറ്റമില്ലാതെ. They prepared for baptism. യോഹന്നാൻ പറഞ്ഞു, ഞാൻ അങ്ങനെ ബാപ്റ്റിസം കൊടുക്കാൻ വന്നതല്ല. 2 മീനിങ് അതിന്. ഒന്ന്, ദ ലിറ്ററൽ മീനിങ്. യോഹന്നാൻ മരുഭൂമി കിടന്നപ്പോ ഇടയ്ക്കിടയ്ക്ക് വിൽഡർനെസ് ഫയർ ഉണ്ടാകാറുണ്ട്. വിൽഡർനെസ് ഫയർ ഉണ്ടാകുമ്പോൾ ഈ ഹോളിനകത്തിരിക്കുന്ന ബിഗ് സ്നേക്സുകൾ പുറത്തു വരും. പുറത്തു വന്ന് ഇങ്ങനെ നോക്കും. കാരണം ഈ പുക കയറുമ്പോൾ പാമ്പ് വെളി വരും. പാമ്പ് വെളിയിലോട്ട് വരുമ്പോൾ തീയാ മൊത്തം. രക്ഷപ്പെടാൻ ഒരു പഴുതുമില്ല. എങ്കിലും എന്ത് ചെയ്യുന്നറിയാം? ഫാസ്റ്റിൽ ഈ കരിഞ്ഞു കിടക്കുന്ന അല്ലെങ്കിൽ തീ പിടിച്ച പുല്ലിനകത്തോടെ അവൻ വെളി വരും. അപ്പൊ ഇതിന്റെ ദേഹത്തെല്ലാം എന്തുണ്ടാകും? ബേൺ ചെയ്യും. തൊലിക്ക്, സ്കിന്നിന് ബേണിങ് ഉണ്ടാകുമ്പോ ഇത് നേരെ ചെന്ന് വെള്ളത്തിൽ ചാടും. പക്ഷേ വിഷം അകത്ത് തന്നെ കിടക്കുക. ഇപ്പോഴും അവൻ പാമ്പാ. നിന്റെ ദേഹം നോവുമ്പോൾ ചാടി രക്ഷപ്പെടാനുള്ളതല്ല സ്നാനം. നിന്റെ കൺവിക്ഷൻ ദൈവം ആഗ്രഹിക്കുന്നേ. ഇതാ യോഹന്നാൻ കണ്ട ഒരു കാര്യം. മറ്റൊന്ന്, ഏദനിൽ ഞങ്ങളുടെ വല്യമ്മച്ചിയെ ചതിച്ച പഴയ പാമ്പിന്റെ സ്വഭാവം മാറ്റാതെ, വിത്തൗട്ട് എ കൺവിക്ഷൻ, I don't believe any revival. ഓ, ഞങ്ങൾക്ക് ഭയങ്കര റിവൈവൽ ആയിരുന്നു കേട്ടോ അവിടെ. പക്ഷെ ആ റിവൈവല് യു ഹാവ് ടു ഷോ ത്രൂ യുവർ ആക്ഷൻ. ദ റിപ്പൻറ്റൻസ് യു ഹാവ് ടു ഷോ ത്രൂ യുവർ ആക്ഷൻ. റിവൈവൽ ആയിരുന്നെന്നൊക്കെ പറയും. പണ്ടൊരിക്കല് IPCയുടെ സ്ഥാപക പ്രസിഡന്റ് ആയിരുന്ന K. എബ്രഹാം സാറിൻ്റെ അടുത്ത് ഒരു പാസ്റ്റർ എന്ന് പറഞ്ഞു, 7 ദിവസം ഭയങ്കര ഉപവാസമായിരുന്നു. മാങ്ങാനം ജോസഫ് അച്ചാൻ ഉണ്ടായിരുന്നു. ഭയങ്കര റിവൈവലായിരുന്നു. ഡ്രമ്മൊക്കെ അടിച്ചു പൊട്ടിച്ചെന്ന് പറഞ്ഞു.
അപ്പോൾ ചോദിച്ചു, മീറ്റിംഗ് എല്ലാം എങ്ങനെ ഉണ്ടായിരുന്നു? കർത്തൃമേശ എല്ലാം കഴിഞ്ഞു. സ്തോത്ര കാഴ്ചയ്ക്കകത്ത് വ്യത്യാസം വല്ലതും ഉണ്ടായിരുന്നോ എന്ന് ചോദിച്ചു. തലേ ആഴ്ചത്തിൽ സ്തോത്ര കാഴ്ച തന്നെ ആണോ പിറ്റേ ആഴ്ചയില്ല? പറഞ്ഞു ഓഫറിംഗ് എല്ലാം സെയിം. എന്നാൽ റിവൈവലും ശരിയായില്ലെന്ന്. റിവൈവൽ നടന്നെങ്കിൽ അത് വാലറ്റിൽ വരെ ബാധിക്കും. ആരാണ്ട് ഒരു ചെറിയ ആമയും പറഞ്ഞു. If it was a real revival, that revival go to your wallet, your heart, you will be totally changed. That's why the Bible says, if anyone in Christ, he will be a new creation. यदि कोई मसीह में है एक नया सृष्टि है. പണ്ടങ്ങാണ്ട് പഠിച്ച ഇനി എന്നോട് കൂടുതലൊന്നും ചോദിക്കരുത്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, നയ സൃഷ്ടി ഹേ. പഴയതെല്ലാം മാറുന്ന, എല്ലാവർക്കും സ്നാനം കൊടുത്തവനല്ല യോഹന്നാൻ. He said, I am here not to baptize you without conviction. നമ്മുടെ ആത്മീക ജീവിതത്തിൽ റിയൽ കൺവിക്ഷനിലേക്ക് നമ്മൾ വരണം. നമ്മുടെ ഇടയിൽ ഉണർവുണ്ടായെന്നൊക്കെ പറഞ്ഞാൽ, ഞാൻ ചോദിക്കുക, ആരാധനയിൽ നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇന്ന് ഭയങ്കര ദൈവസാന്നിധ്യമായിരുന്നു പാസ്റ്ററെ. യെസ്, ഐ ബിലീവ് ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. ദൈവസാന്നിധ്യം വന്നിടത്തൊക്കെ കൺവിക്ഷൻ ഉണ്ടായിട്ടുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവുള്ളിടത്തൊക്കെ the first primary work of the Holy Spirit is convicting. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾക്ക് പാപത്തെക്കുറിച്ചും, നിങ്ങളെ തള്ളിയിട്ടിട്ട് പോകുമെന്നല്ല, നിങ്ങളെ തുള്ളിപ്പിക്കുമെന്നല്ല, നിങ്ങളെ ചാടിപ്പിക്കുമെന്നല്ല, അതൊക്കെ ആത്മാവ് വരുമ്പോൾ സംഭവിക്കാറുണ്ട്. ബട്ട് ദ പ്രൈമറി എവിഡൻസ്, ഹോളി സ്പിരിറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യമുണ്ടാകുന്നത് കൺവിക്ഷനാണ്. ഞാനിപ്പോൾ തെറ്റുകൾ ചെയ്യുന്നത് എന്തൊക്കെയാണെന്ന് ആത്മാവ് എനിക്ക് കാണിച്ചു തരണം. ആ ഒരു പാപബോധം നമ്മളിൽ ഉണ്ടാകണം. വി ആർ ഹിയർ, ദ മിനിസ്റ്റേഴ്സ് ഓഫ് ഗോഡ്, God appointed or God appointed. But anyway, we are here to prepare a group of people for the coming of Christ. We are here. ഞങ്ങൾ നിങ്ങളെ വീട് വിസിറ്റ് ചെയ്താലും, ഞങ്ങൾ നിങ്ങളെ ബൈബിൾ ക്ലാസ് എടുത്താലും, ഞങ്ങൾ നിങ്ങളോട് പ്രസംഗിച്ചാലും, ഞങ്ങൾക്ക് ഒരു ഇൻറ്റൻഷനേ ഉള്ളൂ, പ്രിപ്പയർ. ഞങ്ങൾക്ക് ദൈവം തന്ന ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ഒരു കൂട്ടം ജനത്തെ ഇവിടെ ഒരുക്കി നിർത്തുക. To meet our Lord Jesus Christ. അതിനപ്പുറമായതൊന്നും ഞങ്ങൾക്കില്ല ദൈവമക്കളെ. Prepare and proclaim. നിങ്ങളെ ഒരുക്കുക, യേശുവിനെ കുറിച്ച് പറയുക. Proclaim our Lord Jesus Christ. വരും ദിവസങ്ങളിൽ we are going to moving forward with the knowledge of Christ. യേശു ക്രിസ്തുവിൻ്റെ പരിജ്ഞാനത്തിൽ നമ്മൾ മുൻപോട്ട് പോകാൻ തീരുമാനിക്കുക. ഒരു നിമിഷം ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിന്നാട്ട് വർഷിപ്പ് ടീം മുൻപോട്ട് വന്നാട്ട്. ഓരാബാശന്തല, ഹൃദയങ്ങളിൽ ഒരുക്കം നടക്കണം കേട്ടോ. നീങ്ങേണ്ടതൊക്കെ നീങ്ങി മാറണം. എല്ലാ കുന്നുകളും നികരണം, എല്ലാ മലകളും താഴണം, എല്ലാ താഴ്വരകളും നികന്നു വരണം. അടിച്ചമർത്തിയതിനെ, അവഗണിച്ചതിനെ, തള്ളിയതിനെ ദൈവം ഉയർത്തി കൊണ്ടുവരാൻ പോവുക. അഹങ്കരിച്ചതിനെ ദൈവം ചിതറിക്കാൻ പോവുക. എങ്കിൽ മാത്രമേ വഴി ഒരുങ്ങത്തുള്ളൂ. Preparing a way, a national highway for Christ. We will be continuing. ഇതിന്റെ ബാക്കി സന്ദേശങ്ങൾ നമ്മൾ അടുത്ത ആഴ്ച ദൈവസന്നിധിയിൽ എടുക്കും. നാം ഇവിടെ ആയിരിക്കുന്നത് prepare our heart to meet Jesus. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടയട്ടെ.